ശ്രീ ഗോപനെ പോലെ CPIM വേണ്ടി ചർച്ചകളിൽ പങ്കെടുക്കുന്നയാളാണല്ലോ ശ്രീ അരുൺകുമാർ. ഇന്നലത്തെ മറ്റൊരു ചാനൽ ചർച്ചയിലുണ്ടായ ഒരു അനുഭവം യഥാർത്ഥത്തിൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രാജു പി നായർ എന്ന കോൺഗ്രസ് വക്താവ് ഒരാവശ്യവുമില്ലാതെ വന്ന് CPM ഏറ്റവും മികവാർന്ന ഒരു CPM കുറിച്ചൊരു മികവാർന്ന ബോധ്യം കൂടുതലായി ജനങ്ങളിലേക്ക്, വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിന് രാജു പി നായരുടെ ആ വലിയ സംഭാവന ഗുണം ചെയ്തോ? മാത്രമല്ല, അതിൻ്റെ ഒരു തുടക്കത്തിലൊക്കെ അരുൺകുമാർ ഉത്തരം പറയാതെ ഏതാണ്ട് പരിമുന്നു എന്ന തലത്തിലേക്കൊക്കെ ഒരു പ്രചാരണം നടത്താനൊക്കെ ശ്രമമുണ്ടായി. പക്ഷേ വളരെ കൃത്യമായി ആ ചർച്ചയിൽ തന്നെ അരുൺ മറുപടി പറഞ്ഞു പോകുന്ന നിലയുണ്ടായി. CPIM വയനാടിന് വേണ്ടി പിരിച്ചില്ലേ എന്ന് പറയുന്ന ഏതാണ്ട് ഒരു വളരെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ മട്ടിലാണ് രാജുവിൻ്റെ ഒരു വരവുണ്ടായത്. ഒടുവിൽ എന്തായി? എനിക്ക് ശ്രീ ഗോപനെ പോലെയൊക്കെയുള്ള പാനലിസ്റ്റുകൾ ചർച്ചകൾ അവിടെയൊക്കെ പോകുന്നതാണ്, ഈ രാജുവൊക്കെ ആയിട്ടിരിക്കുന്നതാണ് ചർച്ചയ്ക്ക്. അതുകൊണ്ടാണ് എനിക്കൊന്ന് കേൾക്കാൻ താല്പര്യം. ശ്രദ്ധിച്ചിരുന്നോ? അല്ല, ശ്രദ്ധിച്ചിരുന്നു. അവരെല്ലാം ചർച്ചയ്ക്ക് വന്നിട്ട് വളരെ അലമ്പുണ്ടാക്കുന്ന സമീപനം, ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. വളരെ ആക്ഷേപകരമായ പദപ്രയോഗങ്ങളാണ് അവർ ചർച്ചയിൽ ഉപയോഗിക്കുന്നത്. അവരുടെ ഒരു 3-4 പേരുണ്ട്. ആ പേരുകളൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. വളരെ മോശമായിട്ട് ആ ജയിക്കിനെയൊക്കെ ഒരു ആൾ വിളിച്ച വാക്കുകളൊക്കെ കേട്ടില്ലായിരുന്നു. ഓരോരുത്തരെക്കുറിച്ചും മോശമായിട്ട് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കും. അപ്പോൾ ഇവരുടെ ഒരു ധാരണ, ഈ CPIM എന്ന് പറയുന്ന കക്ഷി ഇവരെ പോലാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ ബക്കറ്റ് ഒരു കേരളത്തിൽ നടപ്പിലാക്കുന്നത്, രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നത് CPIM ആണ്. രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ചരിത്ര നിഷേധം നടത്തുന്നില്ല. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് വലിയ ചിരട്ടയെടുത്ത് റോഡിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ പണം സമാഹരിച്ചിട്ടുണ്ട്. അത് മറന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ബക്കറ്റ് കളക്ഷനിൽ ഞങ്ങളൊക്കെ ഫണ്ട് കളക്ഷന് വേണ്ടി ഇറങ്ങുമ്പോൾ, ഇപ്പോൾ രാവിലെ ഒരു 7-8 മണിക്ക് ഇറങ്ങി, അത് ഈ പാർട്ടിയുടെ എല്ലാ ഘടകത്തിൽപ്പെട്ട പാർട്ടി ജനറൽ സെക്രട്ടറി കേരളത്തിലുണ്ടെങ്കിൽ അദ്ദേഹം പോലും ഇറങ്ങും ആ സമയത്ത്. അങ്ങനെ പൈസ വാങ്ങിയിട്ട് ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചായ കുടിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു ഘട്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടീമിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകർ, ഏത് തലത്തിലായാലും വേണ്ടില്ല, അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മാത്രമേ ആ ചായ കുടിക്കുകയുള്ളൂ. ഈ വൈകുന്നേരം ഈ പൈസ എണ്ണി എത്ര രൂപ ചില്ലറ പൈസയുണ്ടോ അത്രയും പൈസ കണക്ക് കൂട്ടി അവിടെ വെച്ച് തന്നെ അത് വിളിച്ചു പറയും ഇത്ര രൂപയാണെന്ന്. ഇങ്ങനെ സ്റ്റേറ്റിലാകെ കിട്ടുന്ന നയ പൈസ അത് പത്രത്തിൽ കൂടെ അനൗൺസ് ചെയ്യും. ദേശാഭിമാനിക്ക് വേണ്ടിയായാലും, സുനാമി ദുരിതാശ്വാസത്തിന് വേണ്ടിയായാലും, ഗുജറാത്തിൽ കച്ച് ദുരന്തം ഉണ്ടായപ്പോഴായാലും ശരി, ഇറാഖിനെ ആക്രമിച്ചപ്പോഴുണ്ടായാലും ശരി, കൽക്കത്തയിലെ വെള്ളപ്പൊക്കമായാലും ശരി, ഒഡീഷയിലെ വെള്ളപ്പൊക്കമായാലും ശരി, ഇങ്ങനെ ഏത് സംഭവങ്ങൾ നാട്ടിൽ നടന്നാലും അതിന് പണം സമാഹരിക്കുകയും ആ പണം വളരെ കൃത്യമായി പൊതുജനങ്ങളെ അറിയിക്കുകയും അതിനകത്തുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചെലവ് എടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സമീപനമാണ് CPIM-നുള്ളത്. ഇത് ഇവർക്ക് മനസ്സിലാവില്ല. ആര് പറഞ്ഞു കൊടുത്താലും ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചത് മനസ്സിലാവില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് VD സതീശനോട് ചോദിക്കുകയാണ്, വയനാട് ഫണ്ട് വീണ്ടും കൈരളി ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്രകോപനപരമാകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, നിങ്ങളെന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തത് എന്താ? അവൻ്റെ മക്കിഞ്ഞ് പിടിച്ചു വാങ്ങിക്കാനാണ് പറഞ്ഞു. ഈശ്വര ഭഗവാനെ, എൻ്റെ അച്ഛനൊന്നും വരുത്തല്ലേ, എങ്കിലും ആ കാലമാടൻ എനിക്ക് 1 സെൻറ്റ് ഭൂമി തന്നില്ല ഗോപി എന്ന് നമ്മുടെ ശ്രീനിവാസൻ്റെ ഡയലോഗുണ്ട് ഒരു സിനിമയ്ക്കകത്ത് ജയറാമിൻ്റെ മുമ്പിൽ. അതുപോലെയാണ്, ഞാൻ പ്രകോപിതനാവില്ല, പക്ഷെ അവൻ്റെ മൈക്ക് പിടിച്ചു വാങ്ങാൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു VD സതീശനുണ്ട്. അപ്പോൾ അതുകൊണ്ട് CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയെക്കുറിച്ചായി പറഞ്ഞെന്ന് ഓർക്കണം. CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി എന്നൊരു സംവിധാനം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാതിരിക്കുകയും വാങ്ങിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ എല്ലാ വർഷവും അയച്ചു കൊടുക്കുന്ന പൈസ തിരിച്ചയക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പാർലമെൻറ്റ് മെമ്പർമാരും MLA-മാരും കൊടുക്കുന്ന ലെവിയും പാർട്ടി മെമ്പർമാരും നൽകുന്ന പണവും ഉപയോഗിച്ചിട്ടാണ് CPIM സെൻട്രൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. അവരിത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഫണ്ട് കാളി ചെയ്യും. ഇദ്ദേഹം തെറ്റിദ്ധരിച്ചത് അത്തരം ഫണ്ടൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നതല്ല. അതിൻ്റെ പേരിലൊരു ഗുണമുണ്ടായ എന്താ ശ്രീ ശരത്തെ? അതിൻ്റെ പേരിലുണ്ടായ ഗുണം 99 ലക്ഷത്തിലധികം രൂപ കേന്ദ്ര കമ്മിറ്റി അടച്ചു, 1 കോടി രൂപ കിസാൻ സഭ അടച്ചു, CIT 5 കോടി രൂപ അടച്ചു, DYFI ഇത്ര കോടി അടച്ചു. ഓരോ സംഘടനകളും എത്ര അടച്ചു എന്ന് നമ്മൾ അങ്ങനെ അന്നൊരു പ്രസ് റിലീസ് കൊടുത്തതേ ഉള്ളൂ, അല്ലാതെ അതിന് വലിയ പ്രചാരണമൊന്നും കൊടുത്തില്ല. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ അലമ്പ് ചർച്ച കഴിഞ്ഞപ്പോൾ അത് വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ചാൻസ് നമ്മുടെ കയ്യിൽ കൊണ്ട് തരികയാണ് ചെയ്തത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആ പാനലിസ്റ്റിനോട് ഉള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പെട്ടെന്ന്
പെട്ടെന്ന് പറയാനുണ്ട് ശരത്ത്, ഈ ബഡ്ജറ്റുമായി അല്ല പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട്. അതിൽ അത് പറയാമല്ലോ അല്ലേ? യെസ്, പറഞ്ഞോളൂ. അല്ല, അതിൽ നമ്മൾ കാണേണ്ടുന്നത് ഒരു ദർശനത്തിൻ്റെ പ്രശ്നമുണ്ട് അതിനകത്ത്. ഞാൻ ആദ്യം പറഞ്ഞു അതായത് 57-ൽ സഖാവ് EMS മുഖ്യമന്ത്രിയാകുമ്പോൾ ഇന്ത്യ മുതലാളിത്ത സംവിധാനത്തിലാണെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ തിരിച്ചറിയാം. പക്ഷേ ആ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ് ഉപേക്ഷിച്ചു പോയ പദ്ധതികൾ ചെയ്യുമെന്നാണ് EMS പറഞ്ഞത്. അപ്പോൾ 57 മുതൽ 70 വരെയുള്ള 13 വർഷക്കാലത്തിനിടയിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കേരളത്തിൽ ഒരു ദർശനം രൂപപ്പെടുത്തി. അതാണ് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സ്വന്തമായ ഭൂമി, അതുപോലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നൊരാശയം. അതിനുശേഷം അദ്ദേഹം വലിയ തോതിൽ ഇടപെട്ട് പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ ജനകീയാസൂത്രണമാക്കി മാറ്റി. ഇത് സഖാവ് EMS ജീവിച്ചിരിക്കുമ്പോഴാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കേരള പഠനത്തിനുള്ള സംവിധാനമാക്കി മാറ്റി. അന്ന് തുടങ്ങിയ ദർശനത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഇന്ന് സഖാവ് തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ, അഥവാ EMSനോടൊപ്പം നിന്ന് ചെറുപ്പകാലം മുതൽ അതിൽ പ്രവർത്തിച്ച ഐസക്കിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ കേരളം എന്നത് നമ്മൾ അമർത്യ സെന്നിനെ പോലുള്ള ആളുകൾ, പ്രഭാത് പട്നായിക്കിനെ പോലുള്ള ആളുകൾ, റൊമീല താപ്പറിനെ പോലുള്ള ആളുകൾ, ഇങ്ങനെ ഒരുപാട് കേരളത്തെ സാഹൂതം ശ്രദ്ധിക്കുന്ന മഹാമനീഷികളുടെ സഹായം കൂടി തേടിക്കൊണ്ട് ഈ കേരളത്തെ എങ്ങനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താം. കാരണം കേരളത്തിലെ 40 ലക്ഷം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് SK പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ ഹുയാൻ സാങ്ങിൻ്റെ സഞ്ചാര വിവരണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കേരളത്തിൽ ആ ഒരു സവിശേഷതയുണ്ട്. അത്തരം ഒരു സ്റ്റേറ്റിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കേന്ദ്ര ഗവൺമെൻറ് അത് അനുവദിച്ചില്ലെങ്കിലും, പ്രതിപക്ഷം അനുവദിച്ചില്ലെങ്കിലും, കേരളത്തിലെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി ഫണ്ടിൻ്റെ സോഴ്സ് കണ്ടെത്തി. ആ ചർച്ചകളിലെ നമ്മുടെ ഉൽപ്പന്നമാണ് കിഫ്ബി എന്ന് പറഞ്ഞാൽ. ആ കിഫ്ബിയാണ് അവർ മാറ്റിവെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ പ്രകടന പത്രിക കേരളത്തിൽ ഇറക്കിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് 1-2 കാര്യങ്ങൾ കോൺഗ്രസ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ആ പ്രകടന പത്രിക ശരത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിഫൈസിൽ പറയുന്നത്, ആമുഖത്തിൽ പറയുന്നത് അഴിമതിയെക്കുറിച്ചാണ്. കോടതിയിൽ പോയി അഴിമതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി ഇത്രയും കൂടുതൽ ചെകിട തടി വാങ്ങിച്ച ഒരു പ്രതിപക്ഷം ഇന്ത്യ രാജ്യത്തില്ല. ഇനി കടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറച്ച് കടങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇനി വയനാട്ടിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ വീടിന് പൈസ വിരിച്ചത് തിരിച്ചു കൊടുത്തിട്ട് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കുള്ള കുറച്ച് വൈകാരികമായത്, കാരണം ഞാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളെന്ന തരത്തിൽ കുടുംബശ്രീക്ക് ബദലായിട്ട് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ജനശ്രീ എന്ന പദ്ധതി ആവിഷ്കരിക്കാൻ പരിശ്രമിച്ചതിന് എതിർത്തുകൊണ്ട് PK ശ്രീമതിയുടെ നേതൃത്വത്തിലും ശൈല ടീച്ചറുടെ നേതൃത്വത്തിലും നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരാഴ്ച രാപ്പകൽ സമരം നടത്തിയിട്ടാണ് ഈ കുടുംബശ്രീയെ പിടിച്ചു നിർത്തിയത്. ഇന്ന് കുടുംബശ്രീ മോഡൽ യുവശ്രീ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ പറ്റിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ്. അതുപോലെ ഇന്ധന സബ്സിഡി UP അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ പെട്രോളിൻ്റെ വില നിശ്ചയിക്കാൻ അധികാരം കമ്പനികൾക്ക് വിട്ടുകൊടുക്കുന്നത്. BJP വന്നിട്ട് അത് ചെയ്യുന്നത് പിന്നെ ഡീസലിൻ്റെ വില നിശ്ചയിക്കാനുള്ള അവകാശങ്ങൾ കൂടി കമ്പനിക്ക് വിട്ടുകൊടുക്കുക. അവരാണ് ഇന്ധന സബ്സിഡിയെ കുറിച്ച് പറയുന്നത്. അതുപോലെ ആശുപത്രികളിൽ 1-2 പോയിന്റേ ഉള്ളൂ. ആശുപത്രികളിൽ ബെഡ് അവകാശമാക്കുന്നതാണ്. ഇത് മറ്റ് ചില ചാനലുകളൊക്കെ ആഘോഷിക്കുന്നുണ്ടാണ് ഞാനിതിന് മറുപടി പറയുന്നത്. ഈ ആശുപത്രികളിൽ ബെഡ് അവകാശമാക്കുമെന്ന് പറയുമ്പോൾ ആശുപത്രികളിൽ നായ പെറ്റ് കിടന്നൊരവസ്ഥയിൽ നിന്നാണ് നമ്മളതിനെ സംരക്ഷിച്ചു കൊണ്ടുവന്നതെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. 2,47,000 സർജറിയിലാണ് ഒരു സർജറിക്ക് കത്രിക കണ്ടെത്തിയത്. അപ്പോൾ 2,46,999 സർജറിയെ റദ്ദ് ചെയ്താൽ കേരള ജനത അത് അംഗീകരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തെലങ്കാന മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് തൊഴിലിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ PSC റാങ്ക് ലിസ്റ്റിൽ 60% റാങ്കിൽ നിയമനം PSCയിൽ നടത്തുന്ന ഒരു സ്റ്റേറ്റിൽ വന്നിട്ടാണ് തെലങ്കാന മുഖ്യമന്ത്രിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. അതുകൊണ്ട് ഈ പ്രകടന പത്രികയായിരിക്കും കേരളത്തിൽ വരുന്ന 5-6 ദിവസക്കാലം താരതമ്യം ചെയ്യാൻ നമ്മൾ കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഈ പ്രകടന പത്രിക മാത്രം കമ്പയർ ചെയ്യാൻ തയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചലഞ്ച് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.